اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني യഫ്ഖഹു ഖൗലി. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവലോകരക്ഷിതാവായ അല്ലാഹു റബ്ബുൽ ആലമീന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ, വിധി വിലക്കുകളെ ജീവിതത്തിലുടനീളം കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ദീനിന്റെ നിയമങ്ങളെ യഥാവിധി അനുസരിച്ച് പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിത തിരക്കുകൾക്കിടയിൽ കഴിവിന്റെ പരമാവധി നന്മകൾ ചേർത്തു വെക്കുമ്പോഴും തിന്മകളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും നാം ഏവരും ലക്ഷ്യം വെക്കുന്നത് പരലോകത്ത് രക്ഷപ്പെടുക എന്നതാണ്. ആർക്കും പരസ്പരം സഹായിക്കാനോ രക്ഷപ്പെടുത്താനോ തുണയാകാനോ കഴിയാത്ത പരലോകത്ത് എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നത്, അതിന്റെ മാർഗം അല്ലാഹു റബ്ബുൽ ആലമീൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഇസ്രായിൽ 19-ാമത്തെ വചനത്തിലൂടെ റബ്ബ് പറയാണ്, വമൻ അറാദൽ ആഖിറത വസഅലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്നവരാരോ അവരുടെ പരിശ്രമമാണ്, പ്രവർത്തനങ്ങളാണ് നാളെ പരലോകത്ത് സ്വീകരിക്കപ്പെടുക എന്ന് അള്ളാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുക. സഹോദരങ്ങളെ, രണ്ട് കാര്യം ഇവിടെ പറഞ്ഞത്. ഒന്ന്, പരലോകത്തെ ലക്ഷ്യം വെക്കണം. എത്ര വലിയ നന്മയാണെങ്കിലും നമ്മുടെ മനസ്സിലുള്ള താല്പര്യവും ലക്ഷ്യവും എനിക്ക് പരലോകത്ത് ഗുണം കിട്ടണം, പ്രതിഫലം കിട്ടണം, അവിടെ രക്ഷപ്പെടണമെന്നാണ്. രണ്ടാമതായി സൂചിപ്പിക്കുന്നത്, വിശ്വാസിയായിക്കൊണ്ട് അതിൻ്റെതായ രൂപത്തിൽ ആ കർമ്മങ്ങൾ ചെയ്യണം. അഥവാ അള്ളാഹു അവന്റെ റസൂലും എങ്ങനെയാണോ കാര്യങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ നിർവഹിക്കുമ്പോഴാണ് പരലോകത്ത് സ്വീകരിക്കപ്പെടുള്ളൂ എന്ന് നാം മനസ്സിലാക്കി. വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് തവണ കേട്ട ഒരു ചരിത്രം, ഒരു ഹദീസ് വീണ്ടും ആമുഖമായി സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടി രാത്രി ഉറങ്ങുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ബറാ ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് പറയണത്. അദ്ദേഹം പറയാ, റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നു, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക എന്ന് തുടങ്ങുന്ന അല്പം സുദീർഘമായ ഒരു പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നു. സ്വഹാബാക്കൾ ആവേശത്തോടുകൂടി അത് റസൂലുള്ളാഹിയിൽ നിന്ന് കേട്ട് പഠിച്ച് പ്രവാചകന് തിരിച്ചു പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു. ആ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് സ്വഹാബത്ത് അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന യഥാർത്ഥത്തിൽ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് അത് അവസാനിക്കുന്നത് വബിനബീകല്ലദീ അർസൽത,
ആ ഒരു പദപ്രയോഗത്തിലാണ് ആ പ്രാർത്ഥന അവസാനിക്കുന്നത്. അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്ത് അതിനെ ഇങ്ങനെ അവസാനിപ്പിച്ച് പഠിപ്പിച്ചു കൊടുത്തു. വബിറസൂലിക്കല്ലദീ അർസൽത. നബി എന്ന പദത്തേക്കാൾ ശ്രേഷ്ഠകരമാണ് റസൂൽ. അതുകൊണ്ട് തന്നെ ശ്രേഷ്ഠകരമായ ഒരു വാചകം തിരിച്ചവർ പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ആ പ്രവർത്തനത്തെ അംഗീകരിക്കുന്നതിന് പകരം തിരുത്തിക്കൊടുത്തു. റസൂലുള്ള പഠിപ്പിക്കുകയാണ്, ഞാൻ എങ്ങനെയാണോ പഠിപ്പിച്ചത് അങ്ങനെ തന്നെ പറയണം. നോക്കൂ, ശ്രേഷ്ഠകരമായ ഒരു പദം മാറ്റിവെക്കുന്നത് പോലും അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടില്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ ഒന്നും സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നില്ല, എല്ലാം അള്ളാഹുവിന്റെ വഹിയാണ്. ആ വഹ്യ് പ്രകാരം പഠിപ്പിച്ചതെന്തോ അതങ്ങനെ തന്നെ നിർവഹിക്കണമെന്നാണ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എങ്കിൽ സഹോദരങ്ങളെ, നാം വിശ്വാസി എന്ന നിലയിൽ ഈ സമൂഹത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ, ഈ സമൂഹത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ എന്തെല്ലാം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും കർമ്മങ്ങളും പ്രവർത്തനങ്ങളുമാണ് ആ റസൂല് പഠിപ്പിക്കാത്തത്, ആ റസൂല് പഠിപ്പിക്കാത്ത രൂപത്തില് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രകടമായ ഒരു ഉദാഹരണമാണ് ഇന്ന് നമ്മൾ സമൂഹത്തിൽ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൗലിദാഘോഷം. അള്ളാന്റെ റസൂലിന്റെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ആ നബിദിനാഘോഷം. നോക്കൂ സഹോദരങ്ങളെ, എന്താ നാട്ടുകാരും ഈ ഉമ്മത്തും അതിലൂടെ ലക്ഷ്യം വെക്കുന്നത്? അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കുക, ആ റസൂലിനെ ഇഷ്ടപ്പെടുക. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ആഘോഷം കൊണ്ടു നടക്കുന്നത്. എങ്കിൽ സഹോദരങ്ങളെ, റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്ന വിഷയത്തിൽ ലോകത്ത് ഒരാൾക്കും തർക്കമില്ല. റസൂലുള്ളാഹിനെ സ്നേഹിക്കണോ വേണ്ടയോ എന്ന വിഷയത്തിൽ എവിടെയും ഒരു ചർച്ചയ്ക്ക് തന്നെ പ്രസക്തിയില്ല. ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് എല്ലാവരും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, ആ ഹബീബിനെ സ്നേഹിക്കാത്തവൻ, നമ്മുടെ നേതാവിനെ സ്നേഹിക്കാത്തവൻ, നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകനെ സ്നേഹിക്കാത്തവൻ മുഅ്മിനല്ല. പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. എത്രയോ ആയത്തുകൾ, എത്രയോ ഹദീസുകൾ, എത്രയോ ചരിത്രങ്ങൾ അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ, സൂറത്തു തൗബയിൽ 24-ാമത്തെ വചനം നമ്മളെല്ലാവരും ആവർത്തിച്ചോദേണ്ട വചനമാ. എന്താ അതിൽ പറയുന്നത്? ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഫ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർലൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതില്ലാഹു ബിഅംരിഹിം വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. നമ്മളുമായി ഏറ്റവും അടുത്ത് നമുക്ക് പ്രിയമുള്ള ഇഷ്ടമുള്ള കുറെ കാര്യങ്ങൾ അല്ലാഹു ആമുഖമായി പറഞ്ഞു വെച്ചിട്ട് വലിയൊരു താക്കീതാണ് ഈ വിശ്വാസികളോട് പറയണത്. നബി അവരോട് ചോദിക്കും, നബിയെ ഖുൽ ഇൻ കാന ആബാഉകും, അവരുടെ പിതാക്കളാണോ മാതാപിതാക്കളാണോ, വഅബ്നാഉകും അവരുടെ കരളിന്റെ കഷ്ണങ്ങളായ അവരുടെ മക്കളാണോ, വഇഖ്വാനുകും അവരുടെ സഹോദരങ്ങളാണോ, വഅസ്വാജുകും അവരുടെ ഇണകളാണോ, വഅശീറതുകും അവരുടെ ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികളാണോ, വഅംവാലുൻ ഇഫ്തറഫ്തുമൂഹാ മാദ്യം ഭയപ്പെട്ട് അങ്ങനെ ഭയപ്പെടുന്ന അവരുടെ സമ്പത്താണോ, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ അവരുടെ കച്ചവടമാണോ, വമസാകിനു തർലൗനഹാ അവരുടെ തൃപ്തിപ്പെട്ട വീടാണോ. നമ്മളുമായി ഏറ്റവും അടുത്ത, നമുക്ക് എളുപ്പം ഹൃദയമായി ബന്ധമുള്ള ആ വിഷയങ്ങൾ എടുത്തു പറഞ്ഞിട്ട് അല്ലാഹ് ചോദിക്കാൻ പറയാണ് ഈ ഉമ്മത്തിനോട്, നിങ്ങളാണോ, നിങ്ങളുടെ ബാപ്പയാണോ, നിങ്ങളുടെ ഉമ്മയാണോ, നിങ്ങളുടെ ഭാര്യയാണോ, നിങ്ങളുടെ മക്കളാണോ, നിങ്ങളുടെ കച്ചവടമാണോ? അഹബ്ബ ഇലൈക്കും മിനല്ലാഹ്. വിശ്വാസികളോടാ ചോദ്യം, വിശ്വാസികളോടാ ചോദ്യം. അഹബ്ബ ഇലൈക്കും മിനല്ലാഹ്, അല്ലാഹുവിനേക്കാൾ ഇഷ്ടം നിങ്ങളുടെ ബാപ്പയാണോ, നിങ്ങളുടെ ഉമ്മയാണോ? വറസൂലിഹി നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് നബി മുഹമ്മദ് മുസ്തഫ, ആ പ്രവാചകനേക്കാൾ ഇഷ്ടം നിങ്ങളുടെ ഭാര്യയോടാണോ,
നിങ്ങളുടെ മക്കളോടാണോ? വജിഹാദിൻ ഫീ സബീലിഹി, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരമാണോ നിങ്ങൾക്ക് അവരെക്കാൾ ഈ 3 കാര്യങ്ങളെക്കാൾ ഇഷ്ടം? എന്നിട്ട് അല്ലാഹ് പറയാണ് സഹോദരങ്ങളെ, ഫതറബ്ബസു ഹത്താ യഅതില്ലാഹു ബിഅംരിഹിം, അള്ളാന്റെ കൽപ്പന വരുന്നത് വരെ കാത്തിരുന്നു. ഈ ഇഷ്ടം, ആ ഇഷ്ടണ്ടല്ലോ, അത് ശരിയല്ല, അത് ശരിയല്ല. അങ്ങനെ ഒരു നിലപാട് ശരിയല്ല. അതുകൊണ്ട് ഫതറബ്ബസു, നിങ്ങൾ കാത്തിരുന്നു അള്ളാഹുവിന്റെ കൽപ്പന വരുന്നതുവരെ. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അള്ളാഹു തെമ്മാടികളെ, തോന്നിയതുപോലെ ചെയ്യുന്നവരെ നേർവഴിയിലാക്കൂല. നമ്മുടെ ഹിദായത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായത് സഹോദരങ്ങൾ, എത്ര വലിയ ഗൗരവമാണ്. ഒരിക്കലും ഒരു മുഅ്മിന് അങ്ങനെ ചിന്തിക്കാൻ തന്നെ പാടില്ല. അള്ളാഹു കഴിഞ്ഞാൽ അവനിക്ക് ഇഷ്ടം അവന്റെ പ്രവാചകനോട്. ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പൊന്നുമ്മച്ചി, ആ ഉമ്മച്ചി വിട പറഞ്ഞ് അവസാനം നമ്മൾ നിർവഹിക്കുന്ന ആ കർമ്മമുണ്ടല്ലോ, മയ്യിത്ത് നിസ്കാരം അല്ലേ? നെഞ്ചിൽ തറക്കുന്ന, നെഞ്ചിൽ കത്തിയിറക്കിയ വേദനയാണ്. പ്രിയപ്പെട്ട ഉമ്മ വിട പറഞ്ഞിട്ടുണ്ട്, പ്രിയപ്പെട്ട ബാപ്പ വിട പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിക്കലി കൊണ്ടുവന്നു. എന്നിട്ടോ മകൻ എന്ന നിലയിൽ നമ്മൾ നെഞ്ച് പൊട്ടി കരഞ്ഞുകൊണ്ട് ആ ഉമ്മാന്റെ മയ്യിത്ത്, വെള്ള പുതച്ച മയ്യിത്ത് കണ്ടിട്ട് അവിടുന്ന് നിസ്കരിക്കുക. നമ്മള് ആ നിസ്കാരത്തിന് നമ്മൾ കൈകെട്ടിയിട്ട് ആദ്യം ചൊല്ലണത് എന്താ? സൂറത്തുൽ ഹംദ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ചൊല്ല. നോക്കൂ, അവിടെ നിന്ന് മനസ്സിലാക്കേണ്ട, എത്ര വിഷമുണ്ടെങ്കിലും അള്ളാനോട് നന്ദി കാണിക്കാത്തവരായിട്ട് നമ്മൾ മാറരുത്. ഉമ്മ മരണപ്പെട്ടിരിക്കുക, പ്രിയപ്പെട്ട ബാപ്പ മരണപ്പെട്ടിരിക്കുക, നെഞ്ചു പൊട്ടുന്ന വേദനയുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. എന്നിട്ട് എന്താ പറയുക? രണ്ടാമത്തെ തക്ബീർ കെട്ടിയ ഉടനെ നമ്മൾ എന്താ പറയണത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള സ്വലാത്ത ചൊല്ലണത്. ഉമ്മ മരിച്ചു കിടക്കുക, വേദനയുണ്ട്, കരഞ്ഞിട്ടാ പറയണത്. പക്ഷേ ആ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു മുസ്ലിം, ഒരു മുമ്പിൻ പ്രാർത്ഥിക്കേണ്ടത്, അല്ലാഹുവേ ഈ കിടക്കുന്ന ഉമ്മയെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിച്ച, ഈ ഉമ്മയെ സേവിക്കാൻ എന്നെ പഠിപ്പിച്ച, ഈ ഉമ്മയെ കാണാൻ എന്നെ പഠിപ്പിച്ച എന്റെ നേതാവ് ആ റസൂലുള്ളാഹിക്ക് നീ അനുഗ്രഹം ചെയ്യണേ അല്ലാ, അവിടുത്തെ കുടുംബത്തിന് അനുഗ്രഹം ചെയ്യണേ അല്ലാ, ആ റസൂലുള്ളാഹിക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, അവിടുത്തെ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യണേ അല്ലാ. എന്നിട്ടാ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കണത്, എന്നിട്ടാ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കണത്. സഹോദരങ്ങളെ, അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ സ്നേഹത്തിൽ നിന്ന് ഒരു കുറവും ഒരു വിശ്വാസിക്കും പാടില്ല. ആ റസൂലുള്ളാഹിന്റെ ബാങ്ക് പറയാത്ത ബാങ്കാണോ? ആ റസൂലുള്ളാഹിന്റെ പേര് പറയാത്ത ഇഖാമത്താണോ? റസൂലുള്ളാഹിന്റെ സ്വലാത്ത് ചൊല്ലാത്ത നിസ്കാരാണോ? സഹോദരങ്ങളെ, ആ രൂപത്തിൽ നമ്മൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം. എന്നാൽ ചോദിക്കട്ടെ സഹോദരങ്ങളെ, അല്ലേ, ചിലപ്പോഴൊക്കെ ഈ ഖുതുബ കേൾക്കുമ്പോ എത്ര തവണ കേട്ടതായത്, എത്ര തവണ കേട്ടതായത്, യൂട്യൂബിലൊക്കെ അതന്നെയല്ലേ, ഫേസ്ബുക്കിലൊക്കെ അതന്നെയല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും സഹോദരങ്ങളെ. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്രമാത്രം റസൂലുള്ളാഹിനെ സ്നേഹിക്കണം എന്ന വിഷയത്തിൽ ഒരു തർക്കല്ല. പക്ഷേ പ്രവാചകനെ സ്നേഹിക്കുക എന്ന പേരും പറഞ്ഞ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഈ ആഘോഷം, സഹോദരങ്ങളെ, നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കുക. ഈ ആഘോഷം ഇസ്ലാമികമാണോ? അല്ലാഹുവിന്റെ റസൂലുള്ളാഹിനെ സ്നേഹിക്കലാണോ? അല്ല എന്നതാണ് ഉത്തരം. എവിടുന്ന ഉത്തരം കിട്ടുക? എവിടുന്ന ഉത്തരം കിട്ടുക? മദീനയിലേക്ക് നോക്കണോ? വേണ്ട. മക്കയിലേക്ക് നോക്കണോ? വേണ്ട. എവിടെയും നോക്കണ്ട. വിശുദ്ധ ഖുർആൻ എടുക്കൂ. എത്രയോ 6000-ലധികം ആയത്തുകൾ അതിലില്ലേ? ആ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനൊരു ആഘോഷത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? അവിടെ പറഞ്ഞിട്ടില്ലേ? അള്ളാന്റെ റസൂലിനെ പറ്റി സ്വലാത്തു ചൊല്ലണമെന്ന് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്തു ചൊല്ലണം, റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്തു ചൊല്ലണമെന്ന് പറഞ്ഞിട്ടില്ലേ? ആ റസൂലുള്ളാഹിനെ അനുസരിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? ആ റസൂലുള്ളാഹിനെ പിൻപറ്റണമെന്ന് പറഞ്ഞിട്ടില്ലേ? ആ റസൂലുള്ളാഹിന്റെ ശബ്ദത്തെക്കാൾ ഉയർത്തി സംസാരിക്കരുത് എന്നുവരെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആഘോഷത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഉത്തരം കിട്ടി. എവിടെയും പോണ്ട, ഖുർആനിലില്ല. ഇനി ഹദീസിലേക്ക് മടങ്ങാം. സ്വഹാബത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടോ? എവിടെയും പഠിപ്പിച്ചിട്ടില്ല. ആ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലേ? എന്റെ പേരിൽ സ്വലാത്തു ചൊല്ലണം, എന്റെ പേരിൽ സലാമു ചൊല്ലണം, എന്നെ അനുസരിക്കണം, എന്നെ ഇത്തിബാ ചെയ്യണം, ഇതൊക്കെ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ റബീഉൽ അവ്വൽ 12 ആയാൽ
എന്റെ പേരിൽ ഒരു ആഘോഷം, ഒരു അന്നദാനം, ഒരു കാര്യക്കെടുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്ക ഇല്ല. പള്ളിയിൽ ഒരുമിച്ച് കൂടാ ഇല്ല. പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. സ്വഹാബാക്കൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതുമില്ല. ഇനിയോ അഹ്ലുസുന്നക്ക് പരിചയമുണ്ടോ? അതുമില്ല. എന്താ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാര് പറഞ്ഞത്? ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയാ, അസ്ലുൽ അമലി മൗലിദി ബിദ്അ. മൗലിദ് ആഘോഷം എന്നുള്ളത് ബിദ്അത്താണ്, പുത്തനാചാരാണ്, ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. അവിടെ സഹോദരങ്ങൾ ഉത്തരം കിട്ടി. ഇതൊക്കെ ആഘോഷിക്കുന്നവരെന്താ സംഭവിക്കുന്നത്? ആഘോഷിക്കുന്നവരെന്താ പറയണത്? മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. മുമ്പില്ല, 300 ശേഷം, ഹിജ്റ 300 ശേഷം വന്നതാ. മുമ്പൊന്നും പതിവില്ല. ഏതാ മുമ്പ്? പ്രവാചകന്റെ കാലത്ത് പതിവില്ല, സ്വഹാബത്തിന്റെ കാലത്ത് പതിവില്ല, താബിയുടെ കാലത്ത് പതിവുണ്ടോ? അതുമില്ല. താബിയുടെ കാലത്ത് പതിവുണ്ടോ? അതുമില്ല. അതാണ് മുമ്പ് പതിവില്ലാത്തത്. അതും അവര് സമ്മതിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇതൊക്കെ കേട്ടാൽ അറിഞ്ഞാലും ഇത് ആഘോഷിക്കുന്നവരും പ്ലസ് ഈ ആഘോഷിക്കുമ്പോ മൗനം പാലിക്കുന്നവർ, ആഘോഷിച്ചവർ ആഘോഷിച്ചോട്ടെ, നമ്മൾ എന്തിനപ്പൊ തടയാൻ നിൽക്കണത്, എന്തിനാ ഉത്ബുദ്ധരാക്കാൻ നിൽക്കണത് എന്ന് പറയുന്നവരും. സഹോദരങ്ങൾ, അവര് പറയുന്ന ന്യായം എന്താ അറിയോ? നല്ലതല്ലേ, സ്നേഹല്ലേ, അന്നദാനല്ലേ, മധുഹല്ലേ, എന്തിനപ്പൊ തടയാൻ നിൽക്കണ? അങ്ങനെ വാദിക്കുന്നവരറിയാൻ സഹോദരങ്ങളെ, അങ്ങനെ ചിന്തിക്കുന്നവരറിയാൻ ചില അപകടങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ചില അപകടങ്ങൾ പ്രവാചകൻ ചെയ്തിട്ടില്ല, ഉറപ്പാണ്. റസൂല് കൽപ്പിച്ചിട്ടില്ല, ഉറപ്പാണ്. സ്വഹാബികൾ ചെയ്തിട്ടില്ല, ഉറപ്പാണ്. ഇങ്ങനെ ഒരു ഉറപ്പ് നന്മയാണ്, ദീനാണ്, പുണ്യമാണെന്ന് പറഞ്ഞ് ദീനിൽ നടപ്പിലാക്കുന്നവരെ, നിങ്ങൾ ഈ ദീനിൽ കടത്തി കൂട്ടുന്ന അപകടം എത്ര അറിയോ? ഒന്നാമത്തെ അപകടം, ഇത് ദീനാണെങ്കിൽ, ഇത് പുണ്യമുള്ളതാണെങ്കിൽ, ഇത് നന്മ നിറഞ്ഞതാണെങ്കിൽ സഹോദരങ്ങളെ, അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തരാതെ പോവോ? അല്ലേ? അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടില്ല. അപ്പൊ നന്മയാണെന്ന് പറഞ്ഞ് ആഘോഷിക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയാ, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ യറാഹാ ഹസന ഫഖദ് സഅമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ആരെങ്കിലും ഒരാൾ ദീനിൽ പുതുതായി കൊണ്ടുവന്നു, എന്നിട്ടോ യറാഹാ ഹസന, അവൻ അത് പറയാൻ നല്ലതാണ്, അല്ലാഹ് റസൂൽ പഠിപ്പിച്ചിട്ടില്ല, പുതുതായിട്ട് കൊണ്ടുവന്നു, പക്ഷെ നല്ലതായിട്ട് അവൻ കണ്ടു. ഫഖദ് സഅമ, അവൻ വാദിച്ചു കൊണ്ടിരിക്കുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നമ്മുടെ നേതാവ് റസൂലുള്ളാഹ് ഖാന റിസാല, റിസാലത്തിൽ വഞ്ചന കാണിച്ചവനാണ് റസൂല്. എത്ര വലിയ അപകട! ഒരു മുസ്ലിമിനെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? 23 വർഷത്തെ ജീവിതം കൊണ്ട് എന്തൊക്കെ നന്മയുണ്ട്, എന്തൊക്കെ തിന്മയുണ്ടെന്ന് കൃത്യമായി പഠിപ്പിച്ചു. ചെരുപ്പ് എങ്ങനെ ധരിക്കണം, ഏത് കാലിൽ ധരിക്കണം, ആദ്യം ഒറ്റ ചെരുപ്പിട്ടുകൊണ്ട് നടക്കാൻ പറ്റുമോ, ഇങ്ങനെ എല്ലാ വിഷയവും, ബാത്റൂമിൽ എങ്ങനെ പോകണം, എ ടു സെഡ് ഒക്കെ പഠിപ്പിച്ചു. ആ റസൂല് പഠിപ്പിക്കാത്തൊരു കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ പറയണത് എന്താ? റസൂൽ ഈ ഒരു പുണ്യം ഉണ്ടല്ലോ, ഈ റസൂലുള്ളാഹിനെ ആഘോഷിച്ചാലുണ്ടാവുന്ന ആ വലിയ പുണ്യം, അത് റസൂൽ പറയാതെ പോയി. മുസ്ലിമേ, നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റൂ? നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ സഹോദരങ്ങളെ? ഇല്ല. അങ്ങനെ ഒരു ചിന്ത മുസ്ലിങ്ങൾക്ക് പാടില്ല. ഇനിയോ പ്രവാചകന്റെ ഏറ്റവും വലിയ അപകടം, മറ്റൊരു അപകടം എന്താ? പ്രവാചകനെ ജീവന തുല്യം സ്നേഹിച്ച സ്വഹാബാക്കള്, ഇത് ദീനാണെങ്കിൽ അവരുടെ സ്നേഹത്തിലെ സഹോദരങ്ങളെ, മഹാനായ സയ്യിദ് ഇബ്നു തസിന്ന റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ പിടിച്ചു, ബന്ധനസ്ഥനാക്കി, കെട്ടിയിട്ടു. എന്നിട്ടോ അവിടുന്ന് ശത്രുക്കൾ പറയുന്നുണ്ട് തസിന്നയോട്, സയ്യിദ് ഇബ്നു തസിന്നയോട്, സയ്യിദേ, ഒന്ന് ചിന്തിക്ക്, നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് ഇവിടെ നിൽക്കുന്നു, മുഹമ്മദ് നമ്മുടെ മുന്നിൽ വന്നിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, കെട്ടിയിടുന്നു എന്ന് നീ ചിന്തിച്ചാ നിന്നെ വെറുതെ വിടാം. അങ്ങനെ ചിന്തിച്ചാ മതി. മഹാനായ സയ്യിദ് ഇബ്നു തസിന്ന എന്താ പറയുന്നറിയോ? എന്റെ പ്രവാചകന്റെ കാലിൽ ഒരു മുള്ളു തറക്കണത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒരു സ്നേഹിക്കാൻ എനിക്ക് ഖിയാമത്ത് നാൾ വരെ വരുന്ന ഏതെങ്കിലും ഒരു സയ്യിദിന് സാധിക്കോ അങ്ങനെ സ്നേഹിക്കാൻ? അത്ര സ്നേഹിച്ചു. അതുകൊണ്ടാ അബൂ സുഫിയാൻ ശത്രുവായിരിക്കെ പറഞ്ഞു പോയത്, മാ റഅയ്ത അഹദൻ യുഹിബ്ബു അഹദ കമാ യുഹിബ്ബു അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ കണ്ടിട്ടില്ല
എന്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. മുഹമ്മദ് നബിയുടെ ജനത, ആര്യായി വൃത്തങ്ങള് മുഹമ്മദ് മുസ്തഫയെ സ്നേഹിക്കുന്നത് പോലെ ഒരു ജനതയും അങ്ങനെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത്ര പെർഫെക്റ്റ് ആയിരുന്നു ആ സ്നേഹം. അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ സ്നേഹം എങ്ങനെയാ പ്രവാചകനോട്? നിങ്ങളുടെ സ്നേഹം എങ്ങനെയാ? അലി റളിയല്ലാഹു അൻഹു പറയാ, കാന വല്ലാഹി, അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണേ സത്യം, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവാചകനായിരുന്നു. അഹബ്ബ ഇലൈനാ മിൻ അവ്വാലിനാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ ഇഷ്ടമായിരുന്നു. ആരാ പറയണത്? അലി റളിയല്ലാഹു അൻഹു പറയാ, വഔലാദിനാ, ഞങ്ങളുടെ മക്കളെക്കാൾ ഇഷ്ടമായിരുന്നു. വആബാഇനാ വഉമ്മഹാതിനാ, ഞങ്ങളുടെ ബാപ്പയെക്കാളും നമ്മുടെ ഉമ്മയെക്കാളും ആ പ്രവാചകനെ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. വമിനൽ മാഇൽ ബാരിദി അലല്ലമഅ, നല്ല ശക്തമായ ആ ദാഹമുള്ള സമയത്ത്, തൊണ്ട ഇങ്ങനെ വറ്റിപ്പോണ സമയത്ത് കുടിക്കാൻ കിട്ടുന്ന ഒരു തണുത്ത വെള്ളം കുടിക്കുമ്പോണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ, ഒരു ഇഷ്ടമുണ്ടല്ലോ ആ വെള്ളത്തോട്, അതിനേക്കാൾ ഇഷ്ടമായിരുന്നു നമുക്ക് നമ്മുടെ പ്രവാചകനെ. ഉഹുദിന്റെ രണാങ്കണത്തില് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയാ, നബിയല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ബി അബി അൻത വ ഉമ്മി, അല്ലാഹുവിന്റെ റസൂലേ, താങ്കളുടെ സുരക്ഷക്കായി എന്റെ ഉമ്മയെയും എന്റെ ഉപ്പയെയും ഞാൻ നൽകാം. ഉഹുദിൽ ശത്രുക്കൾ പോരാടുക, റസൂലുള്ളാഹിനെ ആക്രമിക്കാൻ നോക്കുക. എന്നിട്ട് റസൂലുള്ളാഹിന്റെ നേർക്കുനേർ പറയാ, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് പറയാ, റസൂലേ, എന്റെ ഉമ്മയെയും എന്റെ ഉപ്പയെയും നിങ്ങളുടെ സംരക്ഷണത്തിനായി ഞാൻ വിട്ടുതരാം. ലാ തുശ്രിഫ് യുസീബുക സംഹം മിൻ സിഹാമിൽ ഖൗബ്, റസൂലേ, താങ്കൾ ആ മുകളിൽ വന്നിട്ട് എത്തി നോൽക്കരുത്, നിങ്ങളുടെ ശത്രുക്കൾ അമ്പെയ്യാം, നിങ്ങളുടെ ശത്രുക്കൾ ആക്രമിക്കാം റസൂലേ. എന്നിട്ട് മഹാനായ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് പറയാ, നഹ്രി ദൂന നഹ്രിക്, നഹ്രി ദൂന നഹ്രിക്, നഹ്രി ദൂന നഹ്രിക് റസൂലല്ലാഹ്, എന്റെ നെഞ്ച് നിങ്ങളുടെ നെഞ്ചിന്റെ മുന്നിൽ ഞാൻ വിരിച്ചങ്ങട്ട് വെക്കാം. നിങ്ങളുടെ ശരീരത്തിലേക്ക് വരുന്ന അമ്പ് ഈ നെഞ്ചുകൊണ്ട്, ഈ ശരീരം കൊണ്ട് ത്വൽഹ തടയാം. നഹ്രി ദൂന നഹ്രിക്. ഏത് ത്വൽഹക്കായി ഞങ്ങളെ സ്നേഹിക്കാൻ കഴിയാ? ഒരു സ്വഹാബി വനത്ത് ഓടി വരികയാണ്. ഓടി വരുന്ന സമയത്ത് ചോദിക്കേണ്ടത്, നിന്റെ ബാപ്പയും ഉമ്മയും മകനും സഹോദരനൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. സഹാബി വനത്തെ ചോദ്യം എന്താ അറിയോ? എന്റെ പ്രവാചകൻ എന്തു പറ്റി? പ്രവാചകനെ കണ്ടപ്പോ സമാധാനമായി, ഒന്നും പറ്റിയിട്ടില്ല. എന്നിട്ട് അവര് പറയാ, റസൂലേ, അങ്ങേക്കൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ മറ്റൊരു ദുരന്തവും എനിക്ക് ദുരന്തമല്ല. ഉപ്പ മരണപ്പെട്ടു, സഹോദരൻ കൊല്ലപ്പെട്ടു, മകൻ കൊല്ലപ്പെട്ടു, ഭർത്താവ് കൊല്ലപ്പെട്ടു, എനിക്കതൊരു ദുരന്തേയല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവരൊന്നും ചെയ്യാത്തൊരു നന്മ, അത് നന്മയാണെന്ന് പറഞ്ഞാൽ ഇവരാ നന്മ ഒഴിവാക്കിപ്പോയി എന്ന് പറയേണ്ടി വരൂലേ? ഇവരാ നന്മ ചെയ്യാതെ പോയി എന്ന് പറയേണ്ടി വരൂലേ? ആരാ സ്വഹാബാക്കളിൽ നേതാവാരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു തമ്മിൽ ചെറിയ പ്രശ്നം, വളരെ ചെറിയ പ്രശ്നം. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചു പോയത്. അവരെ തമ്മിൽ ചർച്ചയായി. അബൂബക്കർ പറയാ, ഉമറെ പുറത്തിറങ്ങണം, വിട്ടുവീഴ്ച തരണം. ഉമർ റളിയല്ലാഹു ഇഷ്ടായിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നേരെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പോയി. ആരാണ് അബൂബക്കർ എന്ന് പറയാം, നേരെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പോയി. അപ്പൊ ഉമർ റളിയല്ലാഹു അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് പോയി. അന്വേഷിച്ചപ്പോ അബൂബക്കർ റളിയല്ലാഹു കാണുന്നില്ല. അപ്പൊ മനസ്സിലായി, ചങ്ങായി റസൂലുള്ളാഹിന്റെ അടുത്തെത്തിണ്ടാവും. വേഗം ഓടി ഉമർ റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക്. അബൂബക്കർ റളിയല്ലാഹു ആദ്യം എത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, റസൂലേ, എനിക്ക് ചെറിയൊരു വീഴ്ച വന്നിട്ടുണ്ട്, എന്റെ ഭാഗത്താ തെറ്റ്, ഉമറിന്റെ ഭാഗത്തല്ല. ഉമർ റളിയല്ലാഹു അവരുടെ സദസ്സിലേക്ക് കടന്നു വരാം. അള്ളാന്റെ റസൂലിന്റെ മുഖം തുടുത്തു. റസൂലുള്ളാഹി കോപിച്ചു പോയി ഉമറിനെ കണ്ടപ്പോ. എന്നിട്ട് ഉമറിനോട് അള്ളാന്റെ റസൂൽ പറയാ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ കയ്യിലാണ് വീഴ്ച ഉണ്ടായത്. എന്നിട്ടും ഉമറിനെ കണ്ടപ്പോൾ കോപിച്ചു പോയി, അതേപോലെ മുഖം തുടുത്തുപോയി, ചുവന്നുപോയി. അള്ളാന്റെ റസൂൽ ഉമർ റളിയല്ലാഹുവിനെ കണ്ട ഉടനെ പറയാ, ഇന്നല്ലാഹ ബഅസനി ഇലൈക്കും. ഉമറെ, അറിയോ നിനക്ക്? ഉമറെ, നിനക്ക് അറിയോ? ഇന്നല്ലാഹ ബഅസനി ഇലൈക്കും. നിങ്ങളിലേക്ക് ഞാൻ എന്റെ അള്ളാഹുവിന്റെ ദീനുമായി കടന്നു വന്നപ്പോ ഫഖുൽതും, ഉമറെ, നിങ്ങളടങ്ങുന്ന സംഘം കദബ്ത, എന്നെ കളവാക്കി. വഖാല അബൂബക്കർ സ്വദഖ, അബൂബക്കർ സത്യപ്പെടുത്തി.
അബൂബക്കർ എന്നെ സത്യപ്പെടുത്തി. നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞപ്പോ, നിങ്ങൾ എന്നെ കൂക്കി വിളിച്ചപ്പോ, നിങ്ങൾ എന്നെ പരിഹസിച്ചപ്പോ, നിങ്ങൾ എന്നെ അവിശ്വസിച്ചപ്പോ അബൂബക്കർ, എന്റെ അബൂബക്കർ എന്നെ സത്യപ്പെടുത്തി. സമ്പത്ത് കൊണ്ടും നഫ്സ് കൊണ്ടും അബൂബക്കർ എന്നോടൊപ്പം നിന്നു. എന്നിട്ട് ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോട് കേണ് പറയുന്നുണ്ട്, ഫഹൽ അൻതും താരികൂലി സ്വഹാബി. ഉമറേ, എനിക്കു വേണ്ടി എന്റെ സ്വാഹിബിനൊന്ന് പുറത്തു കൊടുത്തൂടെ, എന്റെ അബൂബക്കറിനൊന്ന് പുറത്തു കൊടുത്തൂടെ. 2 തവണ ആവർത്തിച്ചു. അത്ര ബന്ധാണ് അബൂബക്കറും റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയും. ഈ സ്വഹാബി ഈ ഒരു നന്മ ചെയ്യാതെ പോയി എന്ന് നമ്മൾ പറയേണ്ടി വരൂലേ? പറയാൻ കഴിയോ മുസ്ലിം ഉമ്മത്തിന്? പറ്റൂ? ആ റബീഉൽ അവ്വൽ 12 ഒരു ബിരിയാണി വെക്കാതെ പോയി, ഒരു മങ്കൂസ് മൗലിദ് ചെയ്യാതെ പോയി, ഒരു സ്വലാത്ത് ചൊല്ലാതെ പോയി അബൂബക്കർ എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റൂല. ഉമർ ആരാ? എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ അത് ഉമറായിരിക്കും. 10 കൊല്ലം ഭരണം കിട്ടിയില്ലേ, എന്നിട്ട് ചെയ്തോ? ഉമർ റളിയല്ലാഹു ചെയ്യാതെ പോയി എന്ന് പറയേണ്ടി വരൂലേ? ഉസ്മാൻ റളിയല്ലാഹു ചെയ്യാതെ പോയി എന്ന് പറയേണ്ടി വരൂലേ? അലി റളിയല്ലാഹു അൻഹു ചെയ്യാതെ പോയി എന്ന് പറയേണ്ടി വരൂലേ? മഹാനായ അലി റളിയല്ലാഹു അൻഹു ഒരു ദിവസം വാഹനത്തിൽ കയറാണ്. ബിസ്മി ചൊല്ലി വാഹനത്തിൽ കയറിയിട്ട് ഒന്ന് ചിരിച്ചു, പ്രാർത്ഥിച്ചു, ചിരിച്ചു. എന്നിട്ട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്തിനാ ചിരിച്ചത്, എന്തിനപ്പ ചിരിച്ചത്? അപ്പോ അലി റളിയല്ലാഹു പറയാ, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വനഅ കമാ സനഅതു സുമ്മ ളഹിക. അല്ലാഹു റസൂല് ഇതുപോലെ ഈ സ്ഥലത്ത് നിന്ന് വാഹനം കയറുമ്പോ പ്രാർത്ഥിച്ചു, ബിസ്മി ചൊല്ലി പ്രാർത്ഥിച്ചു, എന്നിട്ട് ചിരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. ഓക്കേ എന്നിട്ടാ ഞാൻ ചിരിച്ചത്. അത്ര സ്നേഹിച്ച, അത്ര റസൂലുള്ളാഹിനെ പിൻപറ്റിയ അലി റളിയല്ലാഹു അൻഹു ഈ റബീഉൽ അവ്വലിലെ നന്മ തിരിച്ചറിയാതെ പോയി എന്ന് മുസ്ലിം ഉമ്മത്തിലെ ഒരു അംഗത്തിന് വിശ്വസിക്കാൻ പറ്റുമോ? ഒരിക്കലും. അതുകൊണ്ട് സഹോദരങ്ങളെ, യാഥാർത്ഥ്യം തിരിച്ചറിയണം, നന്മ തിരിച്ചറിയണം. മൗനം അവലംബിക്കുമ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഒരാളിങ്ങനെ നടന്നു പോവാണ്, അപ്പുറത്തെ കടയിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി പോവാ. അപ്പൊ ഞങ്ങൾക്കറിയാം ആ കടയിൽ ഒരു സാധനം ഇല്ല, നമുക്കറിയാം ആ കടയിൽ ഒരു സാധനം ഇല്ല, അദ്ദേഹം അന്വേഷിക്കുന്ന സാധനം ഇല്ല. ചോദിച്ചപ്പോ മനസ്സിലായി. അപ്പൊ നമ്മളെന്താ പറയാ, ആ കടയിൽ അതില്ല, അങ്ങപ്പുറം ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങോട്ട് പോയാൽ ഉണ്ടാവും. ആ നടത്തം പോലും വേസ്റ്റ് ആക്കാൻ നമ്മൾ വിടൂല. നമ്മൾ പറഞ്ഞു കൊടുക്കുക പോലെ അവിടെ ആ സാധനം ഇല്ല, നീ അവിടെ നിന്ന് തന്നെ വാങ്ങിക്കോ. ആ നടത്തം പോലും നമ്മൾ വേസ്റ്റ് ആക്കാതെ സുഹൃത്തിന് പറഞ്ഞു കൊടുക്കും. ഒരാളിങ്ങനെ ആഘോഷിക്കാൻ വേണ്ടി പോകുമ്പോ എന്നല്ല, എടാ അവിടെ പറയില്ലെങ്കിൽ പിന്നെങ്കിലും പറയണം. എടാ ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്തത്. ആഘോഷിക്കാനല്ലേ? മുസ്ലിമിന് അത് നിലപാട് പാടില്ല. തെറ്റും ശരിയും അറിഞ്ഞാല് സഹോദരങ്ങളെ പറഞ്ഞു കൊടുക്കണം. നോക്കൂ, സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സ്നേഹമല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം സഹോദരങ്ങളെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്ടവും സ്നേഹവും ദീന് പഠിപ്പിച്ചതുപോലെയാണെങ്കിൽ സഹോദരൻ എത്ര മനോഹരായിരിക്കും, അത് എത്ര അത്ഭുതകരമായിരിക്കും. സഹാബത്തിന്റെ ഒക്കെ ജീവിതം അല്ലെ, അവര് റസൂലിനെ ചിരിച്ചെടുത്ത് ചിരിക്കും, റസൂലിനെ കാല് വെച്ചെടുത്ത് കാല് വെക്കും, റസൂൽ എന്ത് നന്മ ഇതൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെയല്ലേ നമ്മളും ചെയ്യേണ്ടത് അല്ലെ? അങ്ങനെയൊക്കെയല്ലേ നമ്മളും ചെയ്യേണ്ടത്. അത് എത്ര മനോഹരായിരിക്കും. അതിലെന്തെങ്കിലും അക്രമം ഉണ്ടാവുമോ? അതിലെന്തെങ്കിലും വേണ്ടാത്തത് ഉണ്ടാവുമോ? അതിൽ ഹറാമ് കലർന്നു വരുമോ? അതിൽ ശിർക്ക് ഉണ്ടാവുമോ? അതിൽ ബിദ്അത്ത് ഉണ്ടാവുമോ? അതിലെന്തെങ്കിലും ഉണ്ടാവും ഒരു പോരായ്മ? ഒന്നും ഉണ്ടാവൂല. സ്നേഹിക്കാൻ പറഞ്ഞതുപോലെ സ്നേഹിച്ച ഒന്നും ഉണ്ടാവൂല. ഇനിയോ റസൂലിനെ പഠിപ്പിക്കാത്ത രൂപത്തിലാണ് സ്നേഹിക്കണതെങ്കിൽ എന്താ വരിക? പരിശോധിച്ച് നോക്കി, എന്താ വരിക? ഒന്ന്, അള്ളാന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറയും. അള്ളാന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറയേണ്ടി വരും അല്ലേ? മങ്കൂസ് മൗലിദ് ഇങ്ങനെ ചൊല്ലുക, എല്ലാ രാത്രികളിലും പള്ളികളിലും വീടുകളൊക്കെ ചെല്ലുക. എങ്ങനെയാ ചൊല്ലണത്? ഫസ്റ്റ് അങ്ങോട്ട് തുടങ്ങുക, സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്ർ റബീഉൽ അവ്വൽ ഖമറ നബിയുൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. ഇങ്ങനെ കേൾക്കില്ല നമ്മള് എല്ലാ ദിവസവും. എന്താ പറയണത്? നമ്മൾ കേട്ടിട്ടുണ്ട്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. അങ്ങനെ ആയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാ,
നിന്റെ പ്രവാചകനെ ഇന്ന മസ്ജിദുൽ ഹറമിൽ നിന്ന് അക്സയിലേക്ക് രാപ്രയാണം നടത്തിയ റബ്ബേ നീ എത്ര പരിശുദ്ധനാ. ഇതിലെന്താ പറയണത്? സുബ്ഹാനല്ലദീ, നീ എത്ര പരിശുദ്ധനാണ് റബ്ബേ. എന്താ? അള്ളാഹുവിന്റെ പ്രവാചക ചന്ദ്രനെ ഉദിപ്പിക്കുകയും ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പേ നബിയുടെ പ്രകാശത്തെ സൃഷ്ടിക്കുകയും ചെയ്ത റബ്ബേ, അതിന് മുഹമ്മദ് എന്ന നാമകരണം ചെയ്ത റബ്ബേ നീ എത്ര പരിശുദ്ധൻ. ഇതാണ് എല്ലാ ദിവസവും എവിടുന്ന് മുസല്ല വിരിച്ച് പള്ളിയിൽ നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. പച്ച കള്ള അള്ളാന്റെ പേരിൽ പറയാ. റസൂലുള്ളാഹി പറയാത്തത് പഠിപ്പിക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാ പച്ച കള്ളം. എന്താ ഹദീസിലുള്ളത്? ഇനി ഹദീസ് എടുക്കാം. മൗലിദ് കിതാബ് ആടെ വെച്ചിട്ട് ഹദീസ് എടുക്കാം. ഇന്ന അവ്വല മാ ഖലഖല്ലാഹുൽ ഖലം ഫഖാല ലഹു ഉക്തുബ് ഖാല റബ്ബു വമാദാ ഉക്തുബ് ഖാല ഉക്തുബ് മഖാദിറ കുല്ലി ഷൈഇൻ ഹത്താ തഖൂമ സ്സാഅ. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത 4700 നമ്പർ ഹദീസ്. എന്താ പറയണത് അവിടെ? എന്താ പറഞ്ഞത് മൗലിദില്? അള്ളാഹ് നീ എത്ര പരിശുദ്ധനാണ്, അള്ളാന്റെ റസൂലിന്റെ പ്രകാശത്തെയാണ് ആദ്യം സൃഷ്ടിച്ചത്. ഇവിടെ എന്താ പറയണത്? റസൂൽ എന്താ പഠിപ്പിച്ചിരുന്നത്? റസൂല് പഠിപ്പിച്ചിരുന്നത് അള്ളാഹ് ആദ്യം സൃഷ്ടിച്ചത് എന്താ? പേനയാണ്. കള്ളം എങ്ങനെ പറയാണ് സഹോദരങ്ങളെ. റസൂലുള്ളാഹി ഇല്ലാത്തത് ആഘോഷിക്കാൻ വേണ്ടി പറയുമ്പോ കള്ളം പറയാം. അള്ളാന്റെ പേരിൽ ഇങ്ങനെ കള്ളം പറയാം. റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറയാ. ആര് റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറഞ്ഞോ ഓ നരകത്തില, ഓന്റെ ഇരിപ്പിടം നരകത്തില. പിന്നെ അത് മാത്രാണോ? ശിർക്ക് കടന്നു വരും, ശിർക്ക് കടന്നു വരും. ഇങ്ങനെ ഇതൊക്കെ ചെല്ലിട്ട് ശേഷം എന്താ? യാ സയ്യിദി സാദാത്തി ജിതുക ഖാസിദാ അർജൂഹി മാ കഫല തുഖയ്യിബ് മഖ്സദി ഖദ് ഹല്ല ബിമാ ഖദ് അലിംത മിനൽ അദാ വൽളുൽമി വൽളുഫി ശദീദി ഫഅസദി. ഇതിങ്ങനെ ചൊല്ലിയ എന്തപ്പോ ചൊല്ലണത്? നമ്മള് കേൾക്കുന്ന പരിധിയിൽ ഒരാളിങ്ങനെ യാ റസൂലേ എന്നെ കാക്കണേ എന്ന് പറഞ്ഞാല് നമ്മൾ അത്ഭുതപ്പെട്ടു. അങ്ങനെ പറയാൻ പറ്റുമോ? അള്ളാനോടല്ലേ കാക്കണേന്ന് പറയേണ്ടത്, അള്ളാനോടല്ലേ സംരക്ഷിക്കണേന്ന് പറഞ്ഞത്. പിന്നെന്താ പള്ളി മുസ്തദ് അങ്ങനെ പറഞ്ഞ? അങ്ങനെ തന്നെ പറയണത്. യാ സയ്യിദി സാദാത്ത്, നേതാക്കളുടെ നേതാവായ നബിയേ, ഞാനിതാ അങ്ങയെ ഉദ്ദേശിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അങ്ങയുടെ സംരക്ഷണം ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ലക്ഷ്യം നേടുന്നതിൽ അങ്ങനെ നിരാശപ്പെടുത്തരുതേ. ഉപദ്രവം, അക്രമം, ശക്തമായ ബലഹീനത തുടങ്ങി അങ്ങക്കറിയാവുന്ന വിഷമസന്ധികൾ എന്നെ ഇതാ ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രവാചകരെ, റസൂലേ എന്നെ സഹായിക്കണേ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് മഗ്‌രിബ് നിസ്കാരത്തിൽ ഓതിയിട്ട് ചെല്ലുന്ന പരിപാടി എന്താ? നബിയെ എന്നെ സഹായിക്കണേ, എന്നെ സംരക്ഷിക്കണേ, എന്റെ ബലഹീനതകൾ പരിഹരിച്ചു തരണേ, എന്നെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. സഹോദരങ്ങളെ, പ്രവാചകൻ പഠിപ്പിക്കാത്തത് ജീവിതത്തിൽ കൊണ്ടുവരുമ്പോ അപകടം സംഭവിക്കും. പറ, സമൂഹത്തെ തിരുത്തണോ വേണ്ടയോ? നമ്മൾ പറ, ബോധവൽക്കരിക്കണോ വേണ്ടയോ എന്ന് നമ്മളൊന്ന് ചിന്തിക്ക്. ഇനി ഹറാമുകൾ കടന്നു വരിക. ഓരോ സ്ഥലത്തും ഓരോ കോലത്തിലാണ് ഇതിനാഘോഷം. വാദ്യോപകരണങ്ങളും പല കോലത്തിലൊക്കെയാണ് കാര്യങ്ങൾ പോണത്. റോഡ് ബ്ലോക്ക് ആക്കുക, ഇങ്ങനെ എന്തെല്ലാം അപകടങ്ങൾ സഹോദരങ്ങളെ കടന്നു വരുന്നു. അതുകൊണ്ട് ചിന്തിച്ച് ആലോചിച്ച് അള്ളാന്റെ റസൂലിനോട് സ്നേഹമുണ്ടോ? റസൂൽ എങ്ങനെ സ്നേഹിക്കണം കൃത്യമായിട്ട് പഠിപ്പിച്ചെന്ന് അതുപോലെ സ്നേഹിച്ച് മുന്നോട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അവസാനിപ്പിക്കുമ്പോ നോക്കൂ, പ്രവാചകന്റെ സ്നേഹത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ജന്മദിനാഘോഷത്തെ വരെ നമ്മൾ എതിർക്കുന്നു. എന്തുകൊണ്ടാ? അത് നമ്മുടെ മതമല്ലാത്തോണ്ടാ, നമ്മുടെ വിശ്വാസമല്ലാത്തതാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മത്തെ 1000 വട്ടം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാന്റെ റസൂൽ പഠിപ്പിക്കാത്ത ഈ ആഘോഷം തെറ്റാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരെ എങ്ങനെ മറ്റു മതസ്ഥരുടെ ആഘോഷത്തെ നമ്മൾ നിർവഹിക്കും? അതിന്റെ ഭാഗമാകാൻ നമുക്ക് എങ്ങനെ സാധിക്കുക? അതെത്ര ദേശീയത പറഞ്ഞാലും മതേതരത്വം പറഞ്ഞാലും നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമല്ല. മറ്റു മതസ്ഥരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി നിർവഹിക്കുന്ന ആചാരത്തെ, ആ ആഘോഷത്തെ അവർക്ക് വിട്ടുകൊടുക്കുക എന്നല്ലാതെ അതിൽ പങ്കാളിയാകാൻ മുസ്ലിമിന് പറ്റൂല. അത് നമ്മുടെ കോളേജിലുണ്ടെങ്കിലും, നമ്മുടെ പണിസ്ഥലത്തുണ്ടെങ്കിലും, നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും സഹോദരങ്ങളെ, അവിടെ വിശ്വാസത്തിന്റെ തനിമ പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റണം നമുക്ക്. അല്ലാതെ കൂടിയല്ല. ഈ ആഘോഷം വരെ, നബിദിനാഘോഷം വരെ മാറി നിൽക്കുന്ന നമ്മള് മറ്റൊരു മതസ്ഥരുടെ ആഘോഷം അത് അവരാഘോഷിച്ചോട്ടെ, അത് അവരാഘോഷിക്കട്ടെ, അത് നമുക്ക് പറ്റും.
പറ്റൂല, നമ്മുടെ വിശ്വാസത്തിന് പറ്റുന്നതല്ല എന്ന് മനസ്സിലാക്കി പ്രവാചകൻ പഠിപ്പിച്ചത് അങ്ങനെ തന്നെ ഉൾക്കൊണ്ട് ജീവിച്ച് മുന്നോട്ടു പോകാൻ ഞാനും നിങ്ങൾ ശ്രമിക്കുക. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, നിന്റെ പ്രവാചകൻ കൊണ്ടുവന്ന ദീനിനെ മുഴുവനായി പൂർണ്ണമായും സ്വീകരിച്ച് അങ്ങനെ തന്നെ ജീവിച്ച് മരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സകലമായ തിന്മകളും നീ പുറത്തു മാപ്പാക്കി നൽകണേ, മാപ്പാക്കി നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. എല്ലാ തിന്മകളിൽ നിന്നും, അരുതായ്മകളിൽ നിന്നും, വേണ്ടാത്തരങ്ങളിൽ നിന്നും, വൃത്തികേടിൽ നിന്നും, അധർമ്മങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ യുവാക്കളെയും നമ്മുടെ വിദ്യാർത്ഥികളെയും നീ കാത്തുരക്ഷിക്കണേ മാരകമായ രോഗത്തെ തൊട്ട്, അപകട മരണത്തെ തൊട്ട്, പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. ഈമാനോടുകൂടി നമ്മിൽ നിന്ന് വിട പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഖബറുകളെ സ്വർഗ്ഗപൂന്തോപ്പാക്കി മാറ്റി അനുഗ്രഹിക്കണേ അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم أجرنا من